വനിതാ ദിനത്തിൽ വനിതകളെ അണിനിരത്തി പ്രതിഷേധിക്കാനൊരുങ്ങി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അന്താരാഷ്ട്ര വനിതാ ദിനം ആശമാർക്കൊപ്പം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സംഗമം നടത്തും. ഇതുവരെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച എല്ലാ സ്ത്രീകളെയും ഒന്നിച്ചു ചേർത്താണ് വനിതാ ദിനത്തിലെ പ്രതിഷേധം. അതേസമയം രാപ്പകൽ സമരം ഇന്ന് 25ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വനിതാ ദിനത്തിലെ മഹിളാ സംഗമം. അന്താരാഷ്ട്ര വനിതാ ദിനം ആശമാർക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇതുവരെ സമരത്തെ പിന്തുണച്ചെത്തിയ മുഴുവൻ വനിതകളെയും ഭാഗമാക്കും. അതോടൊപ്പം രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിലെ വനിതകളെ കൂടെ മഹിളാ സംഗമത്തിന്റെ ഭാഗമാക്കും. അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8-ാം തീയതി രാപ്പകൽ സമരവേദിയായ സെക്രട്ടേറിയറ്റിന് മുന്നിലാകും സംഗമം. അന്താരാഷ്ട്ര വനിതാ ദിനം ആശമാരോടൊപ്പം എന്നൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇതിനോടകം ഈ സമരപ്പന്തലിൽ ഈ സമരത്തെ പിന്തുണച്ചു വന്ന മുഴുവൻ ആളുകളെ, പ്രത്യേകിച്ച് വനിതകളെ ഞങ്ങൾ ഇവിടെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള സംഗമം നടത്തുകയാണ്. ഇത് വനിതകൾ നടത്തുന്നൊരു സമരമുഖമാണ്. ലോകത്ത് സ്ത്രീകൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭത്തിൻ്റെ ഒരു ദിവസം കൂടെ, ഓർമ്മപ്പെടുത്തൽ ദിവസം കൂടിയാണിത് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തി എല്ലാ വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കും എതിരായ സന്ദേശം കൂടിയാണ് വനിതാ സംഗമത്തിലൂടെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം സമരം ഇന്ന് 26ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഓരോ ദിവസം പിന്നിടുമ്പോഴും വലിയ ജനപിന്തുണയാണ് സമരത്തിന് ലഭിക്കുന്നത്. ജനം, തിരുവനന്തപുരം.